Good morning, dear students. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ റെസിജ്വൽ പ്ലോട്ട്സിനെ പറ്റിയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിജ്വൽ അനാലിസിസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റെസിജ്വൽസിനെ പ്ലോട്ടായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കുക. അതുപോലെ തന്നെ ഈ റെസിജ്വൽ പ്ലോട്ട്സ് ആണ് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഈ ഒരു റെസിജ്വൽ പ്ലോട്ടിൻ്റെ ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മോഡലിലെ കൺക്ലൂഷൻസ് ഒക്കെ വരുത്തുന്നത്. അപ്പം എങ്ങനെയാണ് ഈ പ്ലോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. റെസിജ്വൽ പ്ലോട്ട്സ്. The graphical analysis of residuals is a very effective way to investigate the adequacy of the fit of a regression model and to check the underlying assumptions. നമ്മുടെ മോഡൽ നല്ല മോഡലാണോ ബെസ്റ്റ് മോഡലാണോ നോക്കാനും അതുപോലെ തന്നെ നമുക്കറിയാലോ റിഗ്രഷന് കുറേ അസംഷൻസ് ഒക്കെ ഉണ്ട്. ആ അസംഷൻസ് ഒക്കെ ഇത് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെസിജ്വൽ പ്ലോട്ട്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. Various types of graphs can be examined for different assumptions, and these graphics are generated by regression software. It is better to plot the original residuals as well as scale residuals. Typically, the studentized residuals are plotted as they have constant variance. നമ്മൾ റെസിജ്വൽസ് വെച്ചിട്ട് പ്ലോട്ട്സ് വരയ്ക്കും. അപ്പോൾ ആ ഒരു പ്ലോട്ട്സിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഫിഗറിൻ്റെ എങ്ങനെയാണോ അത് അലൈൻ ചെയ്തേക്കുന്നത് ആ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വഴിയാണ് നമ്മുടെ മോഡല് ബെസ്റ്റ് മോഡലാണോ അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ അസംഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ റെസിജ്വൽസിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വലിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വേരിയൻസ് ഉണ്ട്. സോ നമ്മൾ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വൽ ആയിരിക്കും മിക്കപ്പോഴും പ്ലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റെസിജ്വൽ. നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. The assumption of normality of disturbances is very much needed for the validity of the results for testing of hypothesis, confidence interval and prediction intervals. നമ്മൾക്കറിയാം നമ്മുടെ റിഗ്രഷൻ്റെ ഒരു മെയിൻ അസംഷൻസ് എന്ന് പറയുന്നത് y follows normal distribution എന്നാണ്. അതായത് എററും വൈയും നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നോർമാലിറ്റി എന്ന് പറയുന്ന ആ ഒരു അസംഷൻ എന്ന് പറയുന്നത് നമുക്ക് റിഗ്രഷൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ആ ഒരു നോർമാലിറ്റി ഫോളോ ചെയ്താൽ മാത്രമേ നമുക്കറിയാം നമ്മുടെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുള്ള രീതിയിലാണ് ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവൽ, പ്രഡിക്ഷൻ ഇൻ്റർവൽ, ഇതിൻ്റെ എല്ലാ കേസിൽ നമ്മൾ നോർമാലിറ്റി എന്ന് പറയുന്ന ഒരു അസംഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. Small departures from normality may not affect the model greatly, but gross non-normality is more serious. ചെറിയൊരു നോർമലിൽ നിന്ന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ നോർമാലിറ്റിയിൽ നിന്ന് ഒത്തിരി മാറിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മോഡലെങ്കിൽ ആ ഒരു മോഡല് നമുക്ക് ഈ ടെസ്റ്റിങ്ങും അതുപോലെ തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിലൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. The normal probability plot helps in verifying the assumption of normal distribution. Normal probability plot എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ ഫോളോ ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. If errors coming from a distribution with thicker and heavier tails than normal, then the least square fit may be sensitive to a small set of data. Heavy-tailed error distribution often generates outliers that pull the least squares too much in their direction. In such cases, the other estimation techniques like robust regression methods should be considered. നമ്മൾ ഈ ഒരു നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടിൻ്റെ ഷേപ്പ് അനലൈസ് ചെയ്യും. നമുക്കറിയാം നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഷേപ്പ് എന്താ, ഒരു ഈ പീക്ക് നടുക്ക് സിമെട്രിക് ആയിട്ടുള്ള ഒരു ഗ്രാഫാണല്ലോ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അതിൻ്റെ ടെയില് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ കൂടുതൽ മൂവ് ചെയ്താൽ നമുക്കറിയാം അത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട്. അപ്പം ഔട്ട്ലെയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആ ഒരു ഔട്ട്ലെയേഴ്സ് ആ ഒരു നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ആ ഒരു ഔട്ട്ലെയേഴ്സിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ നോർമൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മുടെ മോഡല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പം നോർമൽ അല്ലെങ്കിൽ നമ്മുടെ മോഡലിനെ നന്നായിട്ട് അത് എഫക്റ്റ് ചെയ്യും. സോ നമ്മൾ ആ ഒരു അസംഷൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പം അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്ലോട്ടാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് വരയ്ക്കുന്നത് എന്നുള്ളതിൻ്റെ പിന്നിലെ തിയറിയാണ്. ആക്ച്വലി നമ്മൾ പ്രോഗ്രാമിങ്ങിൽ കോഡ് അടിക്കുമ്പോഴേ നമുക്ക് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് നമുക്ക് കിട്ടും. അപ്പം അതിൻ്റെ പിന്നിലുള്ള തിയറി എങ്ങനെയാണ് നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് വരയ്ക്കുന്നത് എന്നുള്ള സ്റ്റെപ്സാണ് ഇപ്പോൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ടിനെ നമ്മൾ PP പ്ലോട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ PP പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റെസിജ്വൽ ഫോർ ഈച്ച് EI yi - yi cap. നമുക്കറിയാം ഓരോ ഒബ്സർവേഷനും കറസ്പോണ്ടിങ് ആയിട്ട്
ഒരു റെസിജ്വൽ നമുക്ക് കാണുമല്ലോ. അപ്പോൾ ആ ഒരു റെസിജ്വൽ നമ്മൾ കണ്ടുപിടിക്കാം. അത് EA ഈസ് ഈക്വൽ ടു YA മൈനസ് YA ക്യാപ്പ് ആണ്. അറേഞ്ച് ദ റെസിജ്വൽസ് ഇൻ അസെൻഡിങ് ഓർഡർ ആൻഡ് കോൾ ദം ആസ് E1, E2, etc. EN. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു റെസിജ്വൽസിനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യും. അസെൻഡിങ് ഓർഡർ എന്നാ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യും. അപ്പോൾ ആ ഒരു ഏറ്റവും ചെറിയ റെസിജ്വൽ നമ്മൾ E1 എന്നും ഏറ്റവും രണ്ടാമത്തെ E2 എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ EN വരെ റെപ്രസെന്റ് ചെയ്തു. സ്റ്റെപ്പ് 3, ഫോർ ഈച്ച് ഓർഡർ റെസിജ്വൽ ഫൈൻഡ് PA ഈക്വൽ ടു I മൈനസ് 1/2 ഡിവൈഡ് ബൈ N. അപ്പോൾ ഓരോ റെസിജ്വലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ PA എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആ PAയുടെ വാല്യൂ എന്ന് പറയുന്നത് I മൈനസ് 1/2 ഡിവൈഡ് ബൈ N. നമ്മൾ 10th ഒബ്സർവേഷൻ ആണ് നോക്കുന്നെങ്കിൽ P10 എന്ന് പറയുന്നത് 10 മൈനസ് 1/2 ഡിവൈഡ് ബൈ എത്ര ഒബ്സർവേഷൻ ഉണ്ടോ അത്രയായിരിക്കും. സ്റ്റെപ്പ് 4 in the anormal probability graph paper, plot EA in the x-axis and PA values in the y-axis. If the resulting points lie approximately on a straight line, we conclude that the data is from normal distribution. പിന്നെ നമ്മൾ ഇതെങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ EA, അതായത് നമ്മൾ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ റെസിജ്വലിനെ x-ആക്സിസിൽ വരയ്ക്കും. അതുപോലെ PA, നമ്മുടെ ഇപ്പം കണ്ടുപിടിച്ച PA വാല്യൂ ഉണ്ടല്ലോ, അത് നമ്മൾ y-ആക്സിസിലൂടെ വരയ്ക്കും. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് കിട്ടുന്ന ആ ഒരു ഗ്രാഫിന്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ഒന്നും നമുക്ക് കിട്ടത്തില്ല, ഒരു അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ആ ഒരു അപ്രോക്സിമേറ്റ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുമെന്ന്. സ്റ്റെപ്പ് 5, ഇഫ് വി ഹാവ് ഓർഡിനറി ഗ്രാഫ്, എസ്റ്റിമേറ്റ് mu is equal to x bar and sigma square is equal to MSRES. അങ്ങനെ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുവാണെങ്കിൽ അപ്പം നമ്മൾ നമ്മുടെ എസ്റ്റിമേറ്റ് നമുക്കറിയാം, നമ്മുടെ മ്യൂ എന്ന് പറയുന്നത് ഏതായിരിക്കും, എക്സ് ബാർ ആയിരിക്കും. അതുപോലെ തന്നെ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് MSRES ആയിരിക്കും. അപ്പം നമ്മൾ അത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഫൈൻഡ് ഇസഡ് ഐ EI മൈനസ് മ്യൂ ബൈ സിഗ്മ, നമ്മൾ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുവാണ്. EI നിന്ന് മ്യൂ കുറച്ചിട്ട് സിഗ്മ ഡിവൈഡ് ചെയ്യുന്നു. ഫൈൻഡ് സൈ ഓഫ് ഇസഡ് ഐ ഫ്രം ദ നോർമൽ ടേബിൾ, നമ്മൾ എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ ടേബിളിൽ നിന്നുള്ള വാല്യൂ കണ്ടുപിടിക്കുന്നു. പ്ലോട്ട് PA in the x-axis and psi of zeta in the y-axis. അപ്പം നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിച്ച്, നമ്മുടെ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ച വാല്യൂ, അതുപോലെ തന്നെ നമ്മുടെ PA വാല്യൂവും ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. PAനെ x-ആക്സിസിലും psi of zeta y-ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. If the resulting points line approximately in a straight line, we conclude that the data is from normal distribution. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന PAയും psi of zetaയും തമ്മിലുള്ള പ്ലോട്ട് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. നമ്മൾ PP പ്ലോട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിൻ്റെ സ്റ്റെപ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു നമുക്ക് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യണമെന്നില്ല. PP പ്ലോട്ട് എന്ന് കോഡ് അടിക്കുമ്പോഴേ നമുക്ക് PP പ്ലോട്ട് കിട്ടും. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ആ തിയറി, എങ്ങനെയാണ് ഒരു PP പ്ലോട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നുള്ള തിയറിയാണ് ഈ സ്റ്റെപ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത നമ്മുടെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് QQ പ്ലോട്ടാണ്. Steps in QQ plot. Find the residual for each EI, YA minus YA cap. അപ്പോൾ നമ്മൾ QQ പ്ലോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ആദ്യമേ നമ്മൾ റെസിജ്വൽ EI കണ്ടുപിടിക്കുന്നു. YA മൈനസ് YA ക്യാപ്പ് ആണ്. അറേഞ്ച് ദ റെസിജ്വൽസ് ഇൻ അസെൻഡിങ് ഓർഡർ, കോൾ ദം ആസ് E1, E2, etc. EN. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു റെസിജ്വലിനെ നമ്മൾ പഴയ പോലെ തന്നെ അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നു. ഫോർ ഈച്ച് ഓർഡർ റെസിജ്വൽ ഫൈൻഡ് PI I മൈനസ് 1/2 ഡിവൈഡ് ബൈ N. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്സ് എല്ലാം നമ്മൾ PP പ്ലോട്ടിനകത്ത് ഫോളോ ചെയ്ത് തന്നെയാണ് PI കണ്ടുപിടിക്കുന്നു. I മൈനസ് 1/2 ഡിവൈഡ് ബൈ N. സ്റ്റെപ്പ് 4 ഫൈൻഡ് Z is equal to psi inverse of PI ഫ്രം ദ നോർമൽ ടേബിൾ. പിന്നെ നമ്മൾ ഈ PIയുടെ വാല്യൂ വെച്ചിട്ടുള്ളതാണ് നമ്മൾ നോർമൽ ടേബിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം Z is equal to psi inverse PI നമ്മളെ നോർമൽ ടേബിളിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു വാല്യൂ കിട്ടും. അതാണ് നമ്മൾ സ്റ്റെപ്പ് 4 ചെയ്യുന്നത്. സ്റ്റെപ്പ് 5 പ്ലോട്ട് EI in the x-axis and Z values in the y-axis. അപ്പോൾ നമ്മൾ EI കണ്ടുപിടിച്ചു. ആ EIനെ നമ്മൾ x-ആക്സിസിലും അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ Z is equal to psi inverse of PI എന്ന് പറയുന്നത് നമ്മൾ y-ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. If the resulting points lie approximately on a straight line, we conclude that the data is from normal distribution. അപ്പം ഈ ഒരു EIയും ഇസഡും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് PP പ്ലോട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫിഗറിനകത്ത് ഫിഗർ A ഹാസ് ആൻ ഐഡിയൽ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. പോയിന്റ്സ് ലൈ അപ്രോക്സിമേറ്റ്ലി ഓൺ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ അണ്ടർലൈൻ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോർമൽ. ഫസ്റ്റ് പ്ലോട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം നമ്മുടെ ഡേറ്റ പോയിന്റ്സ് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കിടക്കുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത്
നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്തത്. In the figure B has sharp upward and downward curves at both extremes. This indicates that the underlying distribution is heavily tailed. That is, the tails of underlying distribution are thicker than the tails of normal distribution. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഫിഗറിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഒരു എക്സ്ട്രീം പോയിന്റ്സിലുള്ള ആ ഒരു ടെയിൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ തിക്കറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആ ഒരു ഗ്രാഫിൽ നിന്ന് എക്സ്ട്രീം പോയിന്റ്സ് കുറച്ചുകൂടെ തിക്കറായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കത്തില്ല. നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫിനെക്കാട്ടിലും തിക്ക് എക്സ്ട്രീം പോയിന്റ്സ് ഉള്ള ഗ്രാഫായിരിക്കും. ആ ഒരു ഡേറ്റ ആയിരിക്കും നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഫിഗർ ഉണ്ടോ? മൂന്നാമത്തെ ഫിഗറിനകത്ത് ഫിഗർ സി ഹാസ് എ ഫ്ലാറ്റനിങ് അറ്റ് ദ എക്സ്ട്രീം ഓഫ് ദ കർവ്സ്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ അണ്ടർലൈങ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലൈറ്റ് ടെയിൽഡ് ആൻഡ് ദ ടെയിൽസ് ഓഫ് ദ അണ്ടർലൈങ് ഡിസ്ട്രിബ്യൂഷൻ ആർ തിന്നർ ദാൻ ദ ടെയിൽസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ഈ ഒരു കർവിൽ ഈ എക്സ്ട്രീം പോയിന്റ്സ് എന്ന് പറയുന്നത് തിക്കറല്ല, തിന്നറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെക്കാട്ടിലും തിന്നർ ടെയിൽസ് ഉള്ള ഒരു ഡേറ്റ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ടെയിൽസ് ഉണ്ടല്ലോ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരുന്നത്? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതിനെക്കാട്ടിലും തിന്നറായിട്ടുള്ള ടെയിൽസ് വരുന്ന ഒരു ഡേറ്റ ആയിരിക്കും നമ്മൾ ഫിഗർ സിയിൽ എടുത്തിരിക്കുന്നത്. Figure D has sharp change in the direction of trend in the upward direction from the mid. This indicates that the underlying distribution is positively skewed. Figure Dയിൽ നമ്മുടെ ഈ ഒരു ഡേറ്റ പോയിന്റ്സ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വന്നിട്ട് കറക്റ്റ് ഏകദേശം ഒരു മിഡിൽ ഭാഗത്തു നിന്ന് മേളിലേക്ക് കയറി പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. ആ ഒരു മിഡിലിൽ നിന്ന് നേരെ അപ്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുവാണ്. സോ നമ്മൾ എടുത്തിരിക്കുന്ന ഡേറ്റ പോയിന്റ്സ് പോസിറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. Figure E has sharp change in the direction of trend in the downward direction from the mid. This indicates that the underlying distribution is negatively skewed. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ ഇതിനകത്തുനിന്ന് നടുക്കുന്ന നേരെ മേളിലേക്കല്ലേ പോയിരിക്കുന്നത്. ഇതിനകത്ത് നടുക്കുന്ന ഏകദേശം ഒരു താഴോട്ടുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. ഒരു ഡൗൺവേർഡ് ചേഞ്ച് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഡേറ്റ പോയിന്റ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി സ്ക്യൂഡ് ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു പി പി പ്ലോട്ട് വെച്ചിട്ട് ഒരു പി പി പ്ലോട്ടിൻ്റെ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേറ്റ എങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എപ്പോഴും കമ്പാരിസൺ നടത്തുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ടെയിലിൻ്റെ തിക്നെസ്സും തിന്നർ അതുമൊക്കെ വെച്ചിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ അതിൽ നിന്ന് അല്ലാത്ത എത്ര വ്യത്യാസപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പോസിറ്റീവ് സ്ക്യൂനെസ് ഉണ്ടോ നെഗറ്റീവ് സ്ക്യൂനെസ് ഉണ്ടോ എന്നൊക്കെ ഈ ഒരു പി പി പ്ലോട്ടിൻ്റെ അനലൈസ് വഴിയാണ് നമുക്ക് നടത്താൻ വേണ്ടി പറ്റുന്നത്. Some experience and expertise is required to interpret the normal probability plot because the samples taken from normal distribution will not plot exactly as a straight line. Small sample sizes n less than equal to 16 often produce normal probability plot that deviates substantially from linearity. Larger sample sizes n greater than or equal to 32 produces plot which are much better behaved. Usually n is equal to 20 is required to produce stable and easily interpretable നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട്. ആക്ച്വലി നമ്മൾ ഈ നോർമൽ പ്രോബബിലിറ്റി പ്ലോട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്തണമെങ്കിൽ നമുക്ക് കുറച്ചൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. നമ്മുടെ സാമ്പിൾ സൈസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ള രീതിയിലും കൂടി ഇരിക്കും നമ്മുടെ ഒരു പ്രോബബിലിറ്റി പ്ലോട്ട് എന്ന് പറയുന്നത്. നമ്മൾ 16 താഴെയുള്ള ഒരു സാമ്പിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ സ്മോൾ സാമ്പിൾ സൈസിന് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ തന്നെ ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോളോ ചെയ്യാൻ ഉള്ള ചാൻസ് കുറവുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രേറ്റർ സാമ്പിൾസ് ഒരു 32 മേലിലുള്ള ഒരു സാമ്പിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരത്തുള്ളൂ. അപ്പം മിനിമം ഒരു 20 ഡേറ്റ പോയിന്റ്സ് ഉള്ള ഒരു സാമ്പിൾ എങ്കിലും കൺസിഡർ ചെയ്താലേ നമ്മുടെ ഒരു പ്രോബബിലിറ്റി പി പി പ്ലോട്ട് എന്ന് പറയുന്നത് ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈനിൽ വരത്തുള്ളൂ. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഈ ഒരു പി പി പ്ലോട്ടിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ കറക്റ്റായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ ബാക്കി കുറച്ച് പ്ലോട്ട്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. പ്ലോട്ട്സ് ഓഫ് റെസിഡ്യുവൽസ് അഗൈൻസ്റ്റ് ദ ഫിറ്റഡ് വാല്യൂ. നമ്മൾ പി പി പ്ലോട്ടിനകത്തൊക്കെ എങ്ങനെയാണ് പ്ലോട്ടിൻ്റെ എക്സ് ആക്സിസും വൈ ആക്സിസും വരുന്നതെന്നുള്ള രീതിയിൽ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് റെസിഡ്യുവലും അതുപോലെ തന്നെ ഫിറ്റഡ് വാല്യൂ നമ്മുടെ വൈ ക്യാപ്പും തമ്മിലുള്ള പ്ലോട്ട് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദ പ്ലോട്ട് ഓഫ് റെസിഡ്യുവൽസ് ഇ ഐ ഓർ എനി സ്കെയിൽഡ് റെസിഡ്യുവൽ ടി ഐ ആർ ഐ or di versus
The corresponding fitted value yi cap is helpful in detecting several common type of model inadequacies. Following types of plots of yi cap versus ei have particular interpretations. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഇ ഐ അല്ലെങ്കിൽ നമ്മൾ സ്കെയിൽഡ് റെസിജ്വൽ ആയിട്ട് എടുത്തിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻറ്റൈസ്ഡ് റെസിജ്വൽ അതുപോലത്തെ സ്കെയിൽഡ് റെസിജ്വൽസിനെ പറ്റിയൊക്കെ പഠിച്ചില്ല റെസിജ്വൽ അനാലിസിസിൽ. അതിലുള്ള ഏതെങ്കിലും ഒരു റെസിജ്വലും അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ വൈ ഐ ക്യാപ്പും കൂടെ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ആ ഒരു ഗ്രാഫ് വെച്ചിട്ട് നമ്മുടെ മോഡലിൻ്റെ ഇനാഡിക്വസീസ്, നമ്മുടെ മോഡൽ നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഈ ഗ്രാഫുണ്ട്, ഈ ഒരു ഗ്രാഫിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇഫ് പ്ലോട്ട് ഈസ് സച്ച് ദാറ്റ് ദ റെസിജ്വൽസ് ക്യാൻ ബി കണ്ടെയ്ൻഡ് ഇൻ എ ഹൊറിസോണ്ടൽ ബാൻഡ് ഫാഷൻ ആൻഡ് റെസിജ്വൽ ഫ്ലക്ച്വേറ്റ്സ് ഈസ് മോർ ഓർ ലെസ് ഇൻ എ റാൻഡം ഫാഷൻ ഇൻസൈഡ് ദ ബാൻഡ്, ദെൻ ദർ ആർ നോ ഒബ്വിയസ് മോഡൽ ഡിഫക്ട്സ്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു ഷേപ്പിൽ, അതായത് ഒരു ഹൊറിസോണ്ടലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ പോവുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു വരയ്ക്കുള്ളിലാണ് നമ്മുടെ പോയിന്റ്സ് എല്ലാം ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ രീതിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ മോഡലിൽ കാര്യമായിട്ടുള്ള മോഡൽ ഇനാഡിക്വേസീസ് അല്ലെങ്കിൽ ഡിഫക്ട്സ് ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ ഈ ഒരു ഗ്രാഫിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് നമ്മൾ പറയുന്നത്. If plot is such that the residuals can be contained is an outward opening funnel, then such pattern indicates that the variance of errors is not constant but it is increasing function of y. അപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഓപ്പൺ, ഈ ഒരു അറ്റത്ത് ഈ ഒരു അവസാന ഭാഗത്ത് കുറച്ച് ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ നേരെ വന്നിട്ട് പുറത്തോട്ട് തുറന്നുള്ള രീതിയിലാണ് നമ്മുടെ മോഡലിൻ്റെ ഈ നമ്മുടെ പ്ലോട്ട് കിടക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ എറർ എന്ന് പറയുന്നത്, എററിൻ്റെ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. ആ എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വൈയുടെ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കുന്നതാണ് നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്രാഫാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാര്യമായിട്ടുള്ള മോഡൽ ഇൻഅഡിക്വസീസ് നമുക്കില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ലാസ്റ്റ് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ എറർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കത്തില്ല, എററിനുള്ളത് കോൺസ്റ്റന്റ് വേരിയൻസ് ആയിരിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് വൈയുടെ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കുന്നു. നേരെ തിരിച്ച് ആദ്യ ഭാഗം കുറച്ച് വലുതായിട്ടും അവസാന ഭാഗം ചെറുതായിട്ടും എന്നുള്ള രീതിയിൽ ഈ ഒരു ഷേപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇഫ് പ്ലോട്ട് ഈസ് സച്ച് ദാറ്റ് ദ റെസിജ്വൽസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് in an inward opening funnel, then such pattern indicates that the variance of errors is not constant but it is a decreasing function of y. ഇങ്ങനെ ഒരു ഈ ഔട്ട്വേർഡ്, ഇതൊരു ഓപ്പൺ ഫണലിന്റെ ഷേപ്പ് അല്ലേ, നേരെ തിരിച്ച് ഇങ്ങനെ ആദ്യമേ ഓപ്പൺ ആയിട്ടും അവസാനം ഇങ്ങനെ ചെറുതായിട്ടുള്ള രീതിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മൾ എടുത്തിട്ടുള്ള എററിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അത് തന്നെയല്ല അതിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് വൈയുടെ ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നാലാമത്തെ പ്ലോട്ട് കാണിക്കാം. ഇതാണ് നാലാമത്തെ പ്ലോട്ട്. ഈ നാലാമത്തെ പ്ലോട്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇഫ് പ്ലോട്ട് ഈസ് സച്ച് ദാറ്റ് ദ റെസിജ്വൽസ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻസൈഡ് എ ഡബിൾ ബോ, then such pattern indicates that the variance of errors is not constant but y is a proportion between 0 and 1. The y may have a binomial distribution. The variance of binomial proportion near 0.5 is greater as compared to near 0 or 1. So the assumed relationship between y and x is non-linear. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്, ഒരു ഡബിൾ ബോ പോലത്തെ ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ എററിൻ്റെ വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അത് തന്നെയല്ല y എന്ന് പറയുന്നത് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയലിനോട് അടുത്താവാനുള്ള ചാൻസ് ഉണ്ട്. അത് മേ ബി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഇങ്ങനെയുള്ളൊരു ഗ്രാഫിൽ. ഈ ബൈനോമിയൽ പ്രൊപ്പോർഷൻ്റെ 0.5ൻ്റെ അടുത്തുള്ള വേരിയൻസ് ആയിരിക്കും കൂടുതൽ. നമ്മുടെ 0ക്കും 1നും ഉള്ള വേരിയൻസിനെക്കാളും കൂടുതൽ 0.5ന് അടുത്തുള്ള വേരിയൻസ് ആയിരിക്കും കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഈ ഒരു എക്സും വൈയും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കത്തില്ല, നോൺ ലീനിയർ ആയിരിക്കും.
നമ്മുടെ വേറൊരു അസംഷൻ ആണല്ലോ, റിഗ്രഷൻ അനാലിസിസിലെ മറ്റൊരു അസംഷൻ ആണ് എക്സും വൈയും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം എന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നോർമൽ അല്ല, അതുപോലെ തന്നെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കുമെന്ന്. ഇനി അവസാനത്തെ ഗ്രാഫിന്റെ ഷേപ്പ് ഇതാണ്. ഇപ്പം ഈ ഒരു ഷേപ്പിലുള്ള ഗ്രാഫാണ് കിട്ടുന്നതെങ്കിലുള്ള ഇന്റർപ്രിട്ടേഷൻ നമുക്ക് നോക്കാം. If plot is such that the residuals are contained inside a curved plot, then it indicates non-linearity. The assumed relationship between y and x is non-linear. This could also mean that some other explanatory variables are needed in the model. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്, അതായത് ഇതുപോലെ ഒരു കേർവിനുള്ളിലാണ് നമ്മുടെ പോയിന്റ്സ് കിടക്കുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു കേർവിനകത്താണ് നമ്മുടെ ഡേറ്റ പോയിന്റ്സ് എല്ലാം ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാൻ പറ്റും നമ്മുടെ എക്സും വൈ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലീനിയർ അല്ല. അതുപോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് എന്ന് പറയുന്നത് ആപ്റ്റ് ആയിട്ടുള്ളതല്ല. വേറെ നല്ല വേരിയബിൾസ് കൂടി, വേറെ ആപ്റ്റ് ആയിട്ടുള്ള കുറച്ച് നല്ല വേരിയബിൾസ് കൂടി നമ്മുടെ മോഡല് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേണം എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. സോ നമുക്ക് നമ്മുടെ റെസിജുവൽസിനെ ഫിറ്റഡ് വാല്യൂ, അതായത് വൈ ക്യാപ്പ് വെച്ചിട്ട് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ഷേപ്പിലുള്ള പ്ലോട്ട്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഷേപ്പിലുള്ള പ്ലോട്ട്സും ഷേപ്പ് അനലൈസ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു ടൈപ്പിലുള്ള പ്ലോട്ട്സ് ഒക്കെയാണ് നമുക്ക് നോർമലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ട് കിട്ടുമ്പം ഏത് ഇന്റർപ്രിട്ടേഷൻ ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പോയിന്റ്സിൽ കണ്ടത്. അപ്പം നിങ്ങൾ പ്രോഗ്രാമിങ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഡേറ്റ എടുത്തിട്ട് റിഗ്രഷൻ അനാലിസിസ് നടത്തുമ്പം ഈ ഒരു പ്ലോട്ടിന്റെ ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ടാണ് നമ്മുടെ മോഡല് കറക്റ്റ് ആണ്, നമ്മൾ ചൂസ് ചെയ്ത മോഡല് ആപ്റ്റ് ആയിട്ടുള്ളതാണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പ്ലോട്ട് പറയുന്നത് പ്ലോട്ട്സ് ഓഫ് റെസിഡ്യുവൽ അഗെയിൻസ്റ്റ് ദ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. അതായത് ഇപ്പം നേരത്തെ നമ്മൾ ചെയ്ത എന്താ, റെസിഡ്യുവലിനെ ഫിറ്റഡ് വേരിയബിൾ വെച്ചിട്ടില്ല, അതായത് വൈ ക്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ എക്സ്പ്ലനേറ്ററി വേരിയബിൾ നമ്മുടെ എക്സ് ഐ വെച്ചിട്ട് നമ്മൾ റെസിഡ്യുവലിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പ്ലോട്ടിംഗ് ഓഫ് റെസിഡ്യുവൽസ് അഗെയിൻസ്റ്റ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ഈച്ച് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ക്യാൻ ഓൾസോ ബി ഹെൽപ്ഫുൾ. വി പ്രൊസീഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. കൺസിഡർ ദ റെസിഡ്യുവൽ ഓൺ ദ വൈ ആക്സിസ്, ദ വാല്യൂസ് ഓഫ് ദ jth എക്സ്പ്ലനേറ്ററി വേരിയബിൾ xij's I is equal to 1, 2, 3, etc. n on the x-axis. This is same as we have plotted the residual against yi cap. In place of yi's, now we consider xij's. അപ്പോൾ സെയിം മറ്റേ പോലെ തന്നെ നമ്മൾ yi capന് പകരം അതിൻ്റെ സ്ഥാനത്ത് xi's ആണ് x ആക്സിസിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. Interpretation of the plot is same as the case of plots of residuals versus yi cap. This is as follows. If all the residuals are contained in a horizontal band, the residual fluctuates more or less in a random fashion within this band, then it is desirable and there is no obvious model defects. നമ്മൾ ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് നേരത്തെ വൈ ക്യാപ്പ് വെച്ചിട്ട് ചെയ്ത ആ സെയിം ഇൻ്റർപ്രിട്ടേഷൻ ആണ്. നമ്മൾ ആദ്യം കാണിച്ച ഗ്രാഫ് ഉണ്ടല്ലോ, ആ ഒരു ഗ്രാഫിൻ്റെ ഷേപ്പ് ആണെങ്കിൽ പ്രത്യേകിച്ച് മോഡൽ ഡിഫക്ട്സ് ഒന്നുമില്ല. പിന്നെ ഒരു ഔട്ട്വേർഡ് ഓപ്പണിംഗ് ഫണൽ ഷേപ്പ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻവേർഡ് ഓപ്പണിംഗ് ഫണൽ ഷേപ്പ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. വേരിയൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല, നോൺ കോൺസ്റ്റന്റ് ആണ്. ഇനി അതുപോലെ ഒരു ഡബിൾ ബോ പാറ്റേൺ, ഇതുപോലത്തെ ഒരു ഡബിൾ ബോ പാറ്റേൺ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സും വൈയും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എക്സും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലീനിയർ ആക്കാൻ വേണ്ടി നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെ രീതിയിൽ പ്ലോട്ട്സ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ ആദ്യം പി പ്ലോട്ട് കണ്ടു, ക്യൂ പ്ലോട്ട് കണ്ടു, അതുപോലെ തന്നെ റെസിഡ്യുവലിനെ ഫിറ്റഡ് വാല്യൂ വൈ ക്യാപ്പ് വെച്ചിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ട് കണ്ടു. ഇപ്പം നമ്മൾ കണ്ടത് റെസിഡ്യുവലിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആയിട്ട് പ്ലോട്ട് ചെയ്തിട്ടുള്ള പ്ലോട്ടാണ്. ഇപ്പം വൈ ക്യാപ്പിൻ്റെ പ്ലോട്ട് ചെയ്തപ്പോഴും ഇതിൻ്റെ പ്ലോട്ട് ചെയ്തപ്പോഴും ഇൻ്റർപ്രിട്ടേഷൻസ് സെയിം ആണ്. Any plots of residuals in time sequence. If the time sequence is which the data were collected is known, then the residual plots can be plotted against the time order. അപ്പോൾ നമുക്കിത് ഏത് സമയത്താണ് ഡേറ്റ കളക്ട് ചെയ്തതെന്നുള്ള ഒരു ടൈം നമുക്കറിയാമെങ്കിൽ ഒരു ടൈം ഓർഡർ രീതിയിൽ നമുക്ക് ഈ ഗ്രാഫിനെ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. We proceed as follows. Consider the residuals on y-axis and time order on x-axis. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കറിയാമെങ്കിൽ നമ്മൾ y-axisൽ റെസിഡ്യുവൽ എടുക്കും, x-axisൽ ടൈം ഓർഡർ കൺസിഡർ ചെയ്യും. This is the same way as we have plotted residuals against y cap. In place of y cap, just use the time order, and interpretation of the plot is same as in the case of plots of residuals versus y cap. If all the residuals are contained in the horizontal band of residuals fluctuate more or less in a random fashion within this band, then there is desirable and indicates that there is no obvious model defects.
outward opening funnel shape and inward opening funnel shape, then it indicates that the variance is not constant but changing with time. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ കേസിലും നമുക്ക് സെയിം ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഇപ്പം നമ്മൾ ടൈം സീക്വൻസ് ആണ് വൈ ക്യാപ്പിന് പകരം എടുക്കുന്നെങ്കിലും നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ സെയിം ആണ്. ഹൊറിസോണ്ടൽ ബാൻഡാണ് കിട്ടുന്നെങ്കിൽ പ്രത്യേകിച്ച് മോഡൽ ഇൻഅഡിക്വൻസീസ് ഒന്നുമില്ല. ഔട്ട്വേർഡ് അല്ലെങ്കിൽ ഇൻവേർഡ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഫണൽ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. വേരിയൻസ് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. Double bow pattern or non-linear pattern, then it indicates that the assumed relationship is non-linear. In such a case, the linear or quadratic terms in the time should be added to the model. അപ്പോൾ നമുക്ക് ഡബിൾ ബോ പാറ്റേൺ നേരത്തെ പറഞ്ഞ പോലെ ഡബിൾ ബോ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സും വൈയും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കത്തില്ല. ആ ഒരു കേസിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഒന്നെങ്കിൽ ക്വാഡ്രാറ്റിക് ടേംസ് നമ്മുടെ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്ത് ആ ഒരു നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ലീനിയാരിറ്റി ഫോളോ ചെയ്തക്ക രീതിയിൽ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തെടുക്കേണ്ടി വരും. The time sequence plot of residuals may indicate that the errors at one time period are correlated with those at the other time periods. The correlation between model errors at different time periods is called autocorrelation. If we have plot like following, then it indicates the presence of autocorrelation. വേറെ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓട്ടോ കോറിലേഷനൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ടൈം സീരീസ് അനാലിസിസിൽ പഠിക്കും. നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക, ഓട്ടോ കോറിലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എറേഴ്സ് ഉണ്ടാവുമല്ലോ, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എറേഴ്സ്. അപ്പം ഈ എറർ ഒരു ടൈം പീരീഡിലുള്ള എറർ മറ്റൊരു ടൈം പീരീഡിലുള്ള എററിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെങ്കിലാണ് നമുക്ക് ഓട്ടോ കോറിലേഷൻ ഉണ്ടാകുന്നത്. ശരിക്കും എറേഴ്സ് ഇൻഡിപെൻഡൻ്റ് ആവണമല്ലോ. അപ്പം അങ്ങനെയല്ല, നമ്മുടെ എറേഴ്സ് ഒരു ടൈം പീരീഡിലുള്ള എറർ മറ്റൊരു ടൈം പീരീഡിലുള്ള എററായിട്ട് കോറിലേറ്റഡ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് ആ കേസിൽ നമുക്ക് ഓട്ടോ കോറിലേഷൻ വരും. ഓട്ടോ കോറിലേഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലുള്ള ഫിഗേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് കണ്ടോ, ഈ ഒരു ടൈപ്പിലുള്ള ഫിഗറാണ് നമുക്ക് കിട്ടുന്നത്. ടൈം കൺസിഡർ ചെയ്യുമ്പോൾ ടൈമിനെ റെസിഡ്യുവൽ ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പം ഈ ഒരു ടൈപ്പിലുള്ള ഫിഗറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഇതൊരു പോസിറ്റീവ് ഓട്ടോ കോറിലേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ ഇങ്ങനെ സിക്സാഗ് റോട്ടിലുള്ള ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നെഗറ്റീവ് ഓട്ടോ കോറിലേഷൻ ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്